Hello, I'm Hasbro, the lucky mascot of Curry and Spices RanjusOwn. Keep watching. എങ്ങനെയാണ് നമ്മുടെ ദാൽ പാലക് ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. 240 ml ഗ്ലാസിൻ്റെ 1 കപ്പ്. ഒരു 20 മിനിറ്റ്സോളം ഒന്ന് വെള്ളത്തിലെല്ലാം കുതിർത്ത് വാഷ് ചെയ്ത് എടുത്തതാണ്. ആദ്യം നമ്മുടെ ഈ ദാലെല്ലാം ഒന്ന് വേവിക്കണം. ഇതിൻ്റെ കൂടെ ഒരു വലിയ സവോള, പിന്നെ ഒരു ചെറിയ ടൊമാറ്റോ, പിന്നെ 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതൊന്ന് കീറിയിടാം. പച്ചമുളകൊക്കെ അവരവരുടെ ആവശ്യത്തിന്, എരിവിൻ്റെ ആവശ്യത്തിന് ഇടാം. പിന്നെ ദാലാകുമ്പോൾ വലിയ എരിവ് വേണ്ട, എന്നാൽ തീരെ എരിവില്ലാതെ ആവരുത്. അപ്പോൾ ഒരു മീഡിയം സ്പൈസി ആയിരിക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പും പിന്നെ വെള്ളം, ഇതെല്ലാം നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിക്കുക. ഇനി നമുക്കിതൊരു 2 വിസിൽ കേൾപ്പിച്ചെടുക്കണം. കാരണം ചെറുപയർ പരിപ്പ് ആയതുകൊണ്ട് ഒന്നാമത് നമ്മളിത് സോക്ക് ചെയ്തിട്ടിട്ടുണ്ട്, 20 മിനിറ്റ്സോളം സോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാമ്പാർ പരിപ്പിൻ്റെ അത്രയൊന്നും വേവ് ഉണ്ടാവില്ല. ഒരു 2-3 വിസിൽ മതി ഉണ്ട് പരിപ്പൊക്കെ വേവാനായിട്ട്. ദാലെല്ലാം 2 വിസിലൊക്കെ കേൾപ്പിച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനിയും അടുത്ത് എന്താണെന്ന് നോക്കാം. പാൻ ഒന്ന് ചൂടായി, ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ദാൽ ഉണ്ടാക്കുമ്പം ടേസ്റ്റ് വരണമെങ്കിൽ നെയ്യിൽ തന്നെ ഉണ്ടാക്കണം. അത് കുറച്ച് നെയ്യ് മതി. ആ 1 ടീസ്പൂണെങ്കിൽ 1 ടീസ്പൂൺ ആ കടുക് വറുക്കുമ്പോൾ നെയ്യിൽ തന്നെ കടുക് വറുത്തെടുത്താൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ വരും. ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക്, പിന്നെ 2 വറ്റൽമുളക്, ഇനിയും ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ജീരകം, അതേപോലെ തന്നെ 1 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ജീരകവും വെളുത്തുള്ളി എല്ലാം കരിഞ്ഞു പോവും. ദാൽ വേവിച്ചപ്പോൾ മഞ്ഞളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ബഞ്ച് പാലക്കാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഏത് ഇലയാണെങ്കിലും ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പകുതിയായിട്ട് അങ്ങോട്ട് മാറും. പാലക്കൊന്ന് ഇതിനകത്ത് കിടന്നൊന്ന് വേവണം. അതിനാകെ ഒരു 2 മിനിറ്റ് മതിയാവും. എന്നാലും നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഒരു 2 മിനിറ്റായി. പാലക്കൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. കാരണം അധിക നേരം നമ്മൾ അടച്ചു വെച്ച് വേവിച്ചാൽ ഈ പാലക്കിൻ്റെ കളർ അങ്ങ് മാറും. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ദാലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. ദാൽ പാലക് എന്ന് പറയുമ്പം കുറച്ചൊരു യെല്ലോയിഷ് കളറിലാണ് ഇരിക്കുന്നത്. വെള്ളം അതേപോലെ തന്നെ ഒന്ന് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചൊന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ചെറുപയർ പരിപ്പാവുമ്പം കുറച്ചൊരു തിക്കായിട്ടിരിക്കും. വെന്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ, പിന്നെ തണുത്ത് കഴിയുമ്പോഴും അതൊന്ന് തിക്കാവും. അപ്പോൾ കുറച്ച് ഒന്ന് ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഉണ്ടാക്കി വെക്കാനായിട്ട്. കുറച്ചുകൂടെ വെള്ളം ചേർക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇതൊന്ന് തിളയ്ക്കണം. നന്നായിട്ടൊന്ന് തിളച്ചു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്തെടുക്കുക. ചൂടോടുകൂടെ തന്നെ മല്ലിയില ഇട്ട് ഒന്ന് അടച്ചു വെക്കണം. അപ്പോഴാണ് ഈ മല്ലിയിലയുടെ ആ ടേസ്റ്റൊക്കെ നമ്മുടെ ദാലിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പം അങ്ങനെ നമ്മളുടെ ദാൽ പാലക് ഇവിടെ റെഡി. ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും റോട്ടിയുടെ കൂടെ ആണെങ്കിലും അതെല്ലാം വൈറ്റ് റൈസിൻ്റെ കൂടെ ആണെങ്കിലും ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.